കുറിച്ച് മനോഹരമായി വേദിയിൽ എല്ലാവരെയും ബോധവൽക്കരിക്കുവാൻ വേണ്ടി ചിത്രാവിഷ്കരണമായി വരുന്നു പ്ലസ് ടുവിലെ വിദ്യാർത്ഥികൾ. ചിത്രാവിഷ്കരണം നടത്തുന്നത് ഗ്ലോറിയ ഡേവിസ്, ജസ്ന കുര്യൻ, ആൻഡ്രോസ് വിൻസെന്റ്, ഏഞ്ചൽ സുനിൽ, ഏഞ്ചൽ മരിയ സി വി, ബെഞ്ചമിൻ ജോഷി, ആഷൻ ആന്റണി, അനാമി ജോജു. ഏവർക്കും നമസ്കാരം. നമുക്ക് ചുറ്റും ഇന്ന് എന്തെല്ലാമാണ് നടക്കുന്നത്? നമ്മൾ ക്രിസ്ത്യൻ സമൂഹത്തിനെ വേദനിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാമാണ് ഈ ലോകത്തിൽ നടക്കുന്നത്? ഏവരെയും സങ്കടത്തിലും പേടിയിലും താഴ്ത്തിയ ഒരു വലിയ സംഭവം തന്നെയാണ് ഛത്തീസ്ഗഡിലെ 2 മലയാളി സിസ്റ്റർമാരുടെ അറസ്റ്റ്. നമുക്ക് വേണ്ടി രാവന്തിയോളം പ്രയത്നിക്കുന്ന സന്യാസ സമൂഹത്തിനെയാണോ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? മതപരിവർത്തനം, മനുഷ്യക്കടത്ത് എന്നീ കേസുകൾ ചുമത്തിയാണ് ഛത്തീസ്ഗഡിലെ 2 മലയാളി സിസ്റ്റർമാരെ യാതൊരു ദാക്ഷിണ്യം കൂടാതെ അറസ്റ്റ് ചെയ്തത്. ഈ വിഷയത്തിന്റെ ചിത്രാവിഷ്കരണമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. ഇതെവിടേക്കാ കുട്ടികളെ നിങ്ങൾ ഇവരുടെ കൂടെ പോകുന്നേ? അത് ഞാനും ഈ സിസ്റ്ററും കൂടി ജോലി സഹായത്തിനായിട്ട് കൊണ്ടുപോകുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഈ കുട്ടികളുടെ ആധാർ കാർഡ് ഉണ്ടോ? അതൊന്ന് കാണിച്ചു തന്നെ. ആധാർ കാർഡോ? അതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. നിങ്ങൾ കൊല്ലാമല്ലോ. എവിടേക്ക് നിങ്ങൾ ഇവരെ കൊണ്ടുപോകണേ? സത്യം പറ, എവിടേക്ക് നിങ്ങൾ ഇവരെ കൊണ്ടുപോകണേ? ഡി മാറി നിൽക്കടി. എടി വച്ചേ പറ, നിങ്ങളെ ഇവര് തട്ടിയോണ്ട് വാങ്ങാമോ? സത്യം പറഞ്ഞേ, സത്യം പറ. അതെ. ഓ, അങ്ങനെ വരട്ടെ. അവിടെ നിന്ന് വന്നപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നിയതാ. നിങ്ങൾ ഈ പിള്ളേരെ തട്ടിയോണ്ട് പോയി അവരുടെ മതം മാറ്റാനല്ലേ? അയ്യോ, അങ്ങനെയൊന്നല്ല. മതി നിർത്ത്. നിങ്ങൾ ഒന്നും പറയണ്ട, ഞാൻ പോലീസിനെ വിളിക്കട്ടെ. എന്താണ് കുട്ടി, എന്താണ് ഒരു പ്രശ്നം? സാറേ, ഇവർ പറയുന്നത് ഈ കുട്ടികളെ ജോലിക്ക് കൊണ്ടുപോയെന്നാണ്. പക്ഷെ ഇവരുടെ കയ്യിൽ ആധാർ കാർഡ് ഇല്ല. ആധാർ കാർഡ് ഇല്ലാണ്ട് എവിടെ ജോലി കിട്ടാനാ? നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡില്ല? അത് ഞങ്ങളുടെ കയ്യിലില്ല. ഇവർ മനുഷ്യക്കടത്ത് ചെയ്യണേ. ഇവരെ അറസ്റ്റ് ചെയ്യണം. ഇങ്ങനെ മാറിക്കടി. നോട്ടുവാടി. ഇത് ഒരു പുതിയ സംഭവമല്ല. ക്രൈസ്തവർക്കെതിരെ അക്രമങ്ങൾ വർദ്ധിക്കുന്നു. ന്യൂഡൽഹി ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ സംഘടനയായ UCF 2024 ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരായ 834 അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടതാണ് മിക്ക ആക്രമണങ്ങളുമെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഉയർന്നുവരുന്ന ആക്രമണങ്ങൾക്കെതിരെ നമുക്ക് നമ്മുടെ സ്വരം ഉയർത്താം. ഇനി ക്രിസ്തീയ സമൂഹത്തിനെ വേദനിപ്പിക്കാതെ ഇരിക്കുവാൻ വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. ഇതാണ് ഇനി അമ്മയുടെ ലോകം. ഇവിടെയുള്ളവരാണ് ഇനി അമ്മയ്ക്ക് കൂട്ട്. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള അവസാന കാലമാണ് വാർദ്ധക്യം. കാലചക്രത്തിൻ്റെ വേഗത കൂടിയപ്പോൾ വഴിയിൽ എവിടെയോ തലമുറകൾ തമ്മിലുള്ള ദൂരം കൂടുന്നു. ഇത് നമ്മുടെ നാടിൻ്റെ ശീലമായിരിക്കുന്നു. സ്വന്തം പിതാവിനെയും മാതാവിനെയും ആരാധനാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും ഏതെങ്കിലും വഴിയരികിലും ഉപേക്ഷിക്കുന്നു. അത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു പാവം അമ്മയുടെ ജീവിതം നമുക്ക് കാണാം. മോളെ, ഓ വന്നു തള്ള. മോളെ, ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരൂ. തന്നെ എടുത്ത് കുടിച്ചാൽ മതി. എനിക്ക് നടക്കാൻ പറ്റാത്തോണ്ടല്ലേ. ഓ, അപ്പൊ ഇത്രയും നേരം നടന്നതോ? അപ്പൊ ഒരു വയ്യായി ഞാൻ കണ്ടില്ലല്ലോ. ഒരു പണി എടുക്കില്ല, നടന്നോളൂ. മാറി നിൽക്ക്, നാറ്റടിക്കണം. കുളിക്കൂല, നനയ്ക്കൂല. ചീഞ്ഞ് നാറുണ്ട്. നിങ്ങൾ വേറെ എൻ്റെ മക്കൾക്ക് വേണ്ടാവും. ഇതേ മനുഷ്യ, നിങ്ങളുടെ തള്ളനെ എവിടെയും കൊണ്ട് കളഞ്ഞേക്ക്. എനിക്കൊന്നും വയ്യ നോക്കാൻ. രണ്ടുപേരും തുടങ്ങിയ കാലത്ത് തന്നെ എന്താണ് നിനക്ക് വേണ്ടത്?
മതിയായി എനിക്ക് തള്ളാനെ നോക്കിയിട്ട് എവിടെയും കൊണ്ട് കളയും. ഈ തള്ള കാരണം നമ്മുടെ പിള്ളേർക്ക് വയ്യാണ്ടായാൽ നിങ്ങൾ വേറെ തള്ളാനെ ഞാൻ കൊല്ലും. ഞാൻ ഒരു ഗ്ലാസ് വെള്ളമല്ലേ ചോദിച്ചേ? ഞാൻ നിന്റെ അമ്മയല്ലേ? ശരിയാണ്, നിങ്ങൾ എൻ്റെ അമ്മ തന്നെയാണ്. പക്ഷേ ഇപ്പൊ എനിക്ക് കുടുംബം കുട്ടികളായി. എനിക്കിപ്പോ ഒരാണ് വലുത്. മതിയായി എനിക്ക്. ഇനി മക്കളെ കാണുന്നു പറഞ്ഞിട്ട് വീട്ടിൽ വരണ്ട. പൈസ എത്രയാണെന്ന് ഞാൻ അയച്ചു തരാം. കേട്ടല്ലോ നിങ്ങൾ? എഴുന്നേൽക്കമ്മേ. അമ്മ വിഷമിക്കേണ്ട, അമ്മയ്ക്ക് കൂട്ടായി ഞങ്ങളുണ്ട്. കണ്ടു ഈ അമ്മയുടെ ജീവിതം. ഇതുപോലെ എത്ര എത്ര ജീവിതങ്ങൾ. എല്ലാം നേടുമ്പോൾ ഒന്നോർക്കണം, ഒരു നാൾ ഓരോ ഇലയും പഴുത്തു വീഴും. അത് പ്രകൃതി നിയമമാണ്. മാതാപിതാക്കളെ ദൈവമായി കണ്ടൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്നും നമ്മെ ജീവിതത്തിലേക്ക് സ്നേഹിച്ച നമ്മുടെ അമ്മയെയും അപ്പനെയും നമ്മൾ ഉപേക്ഷിക്കരുത്. നമ്മൾ വളർന്നു വരുന്നത് വരെ നാം പിടിച്ചു നടന്നത് അവരുടെ കൈവിരലാണ്. നാം എന്നും അവർക്ക് ഒരു താങ്ങും തണലുമായിരിക്കണം. നമ്മുടെ സമൂഹത്തെ വേദനിപ്പിക്കുന്ന നാണം കെട്ട ഒരു യാഥാർത്ഥ്യമാണ് ഡൗറി ഡെത്ത്. വിവാഹം സ്നേഹത്തിന്റെയും കുടുംബ നിർമ്മിതത്തിന്റെയും ഉത്സവമായിരിക്കേണ്ടതാണ്. പക്ഷെ ഇന്ന് പലപ്പോഴും വിവാഹം ഒരു വാണിജ്യ ഇടപാടായി മാറുന്നു. പല പെൺകുട്ടികളും ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പീഡനത്തിന് ഇരയായി ആത്മഹത്യ ചെയ്യുന്നു. ഇത് ഒരു സ്ഥിരം വാർത്തയായി മാറിയിരിക്കുന്നു. ഈ വിഷയത്തിന്റെ ചെറിയ ആവിഷ്കരണം. ഇങ്ങോട്ട് വന്നേടി. എന്തേട്ടാ? ഞാനൊന്നും കഴിച്ചില്ലേ? ആകെ ക്ഷീണിച്ചല്ലോ. ഇല്ല, അവരൊന്നും കഴിക്കാറില്ല. എങ്ങനെ കഴിക്കാണ്ടാവും? നിന്റെ വീട്ടിൽ കൊണ്ട് ഇവിടെ കൊണ്ട് വെക്കണം. കെട്ടിച്ചുവിട്ടപ്പോ കുറച്ച് തന്നു, അതുകൊണ്ട് നീ കഴിച്ചു തീർത്തു. ഇനി നിനക്ക് എന്തിനു കഴിയുമെങ്കിൽ നിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്ന് തന്നാലേ നിനക്ക് തിന്നാൻ പറ്റുള്ളൂ. പറ്റില്ല, ശ്രീധരത്തിന് കഴിച്ചിട്ടാണെങ്കിൽ പറ്റില്ല തന്നെ. ഓ, നീ എന്നെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയില്ലേ? നന്നായല്ലോ. പറയും, എത്ര നാളായി സഹിച്ചു തുടങ്ങിയിട്ട്? ഓ, നീ കണക്ക് പറഞ്ഞു തുടങ്ങിയില്ലേ? പറയേണ്ടി ഒന്ന് പറയും, അത്ര തന്നെ. എന്നോട് എതിർത്ത് സംസാരിക്കുന്നോടി നീ? വേണ്ടിട്ടെന്നെ തന്നെയല്ലേ? നിന്റെ ഈ മാല ഞാൻ ഇവിടെ എടുക്കാം. അയ്യോ വേണ്ട, അതെന്റെ അമ്മ തന്നതാ. നിന്റെ ഒരമ്മ. നിന്റെ അമ്മയുടെ ആദ്യം സ്ത്രീധരം കൊണ്ട് തരാൻ പറ, എന്നിട്ട് നീ ചോദിച്ചാൽ മതി. ഇവിടെ എനിക്ക് കിട്ടാതെ കിട്ടി. ഇനി നിനക്ക് എന്തിനു വേണം? നിന്റെ വീട്ടുകാരെ വിളിക്ക്, കേട്ടാ? ഹലോ അമ്മ. ഹലോ, നിന്റെ സൗണ്ട് എന്താ പറ്റി? ഇങ്ങനെ പറ്റില്ല, ഒരു നിമിഷം പോലെ അവിടെ നിൽക്കില്ല. പറ്റില്ലല്ലോ, നീ അഡ്ജസ്റ്റ് ചെയ്യും. അഡ്ജസ്റ്റ് ചെയ്യാം. ഈ 4 പേര് ഞാൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്തത്, വേറെ ആരും ചെയ്തിട്ടില്ലല്ലോ. അല്ലാണ്ട് പിന്നെ നാട്ടുകാരെന്ത് പറയും? ആ, നാട്ടുകാരെന്ത് പറയുന്നത്? എന്റെ പഠിത്തം പോലും കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കാൻ എന്നെ കെട്ടിച്ചു വിട്ടിട്ട് ഇപ്പൊ നിങ്ങൾ കൈയൊഴിയാണോ? ഇപ്പൊ ഞങ്ങളായ കുറ്റക്കാരി? അതെ, നിങ്ങൾ തന്നെയാണ് കുറ്റക്കാരി. എന്റെ പഠിത്തം കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് ജോലിയെങ്കിലും ഉണ്ടായിരുന്നു. നീ ഇവിടെ കാലം കുത്തണ്ട. നീ ഒന്ന് വെച്ചിട്ട് പോയി. നീ കുടുംബശ്രീയിൽ മീറ്റിംഗ് ഉള്ളതാണ്. ശരി, ഞാൻ നിങ്ങൾക്കൊരു ഭാര്യയാണെങ്കിൽ ഞാൻ വരുന്നില്ല. ഞാൻ ഇവിടെ തന്നെ നിന്നോളൂ. ഞാൻ പോയി ലോകത്തിന് മടുത്തെനിക്ക് ചെയ്യാം. ഇതുപോലെ ഒരു വെള്ളമുണ്ടിൽ തീർക്കാനുള്ളതല്ല ഓരോരുത്തരുടെയും ജീവിതം. പെൺകുട്ടികളെ ഒരു ബാധ്യതയായി കാണാതെ ഒരു സഹജീവിയായി അംഗീകരിക്കേണ്ടത് അനിവാര്യമാണ്. ഇവയെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. ഇങ്ങനെ നിരവധി അനവധി വാർത്തകൾ നാം ഓരോരുത്തരും കേൾക്കുന്നതാണ്. മനുഷ്യ മനസ്സുകളെ നൊമ്പരത്തിലാഴ്ത്തുന്ന ജീവിത സത്യങ്ങൾ. ഇതിനെല്ലാം ഒരവസാനം വേണ്ടേ? ഇതുവരെ നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നതല്ല, ഇനി മുതൽ നല്ല രീതിയിൽ ഏവരെയും മനസ്സിലാക്കി പെരുമാറാൻ നമുക്ക് സാധിക്കണം. അതിനായി നമുക്ക് ഏവർക്കും പരിശ്രമിക്കാം. മനുഷ്യനെ മനുഷ്യനായി കാണാം, മനുഷ്യത്വം കാത്തു സൂക്ഷിക്കാം.
നല്ല സമൂഹത്തെ വാർത്തെടുക്കാം. അങ്ങനെ ഭൂമിയിൽ തന്നെ ഒരു സ്വർഗരാജ്യം സൃഷ്ടിച്ചെടുക്കാം. നന്ദി.